Hi viewers, welcome to SP Grandays. ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് ഷെഫ് രാജേഷ്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഡിഷ് ആപ്പിൾ ആൻഡ് പനീർ ചില്ലി. എല്ലാവർക്കും അറിയാം ചില്ലി പനീർ, ചില്ലി ചിക്കൻ, ചില്ലി ഗോബി ഇതൊക്കെ. ഇതിൻ്റെ കൂടെ നമ്മളൊരു വെജിറ്റേറിയൻ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ആപ്പിളും പനീറും കൂടി തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ആപ്പിൾ ആൻഡ് പനീർ ചില്ലിക്ക് വേണ്ടിയിട്ട് ആപ്പിള്, പനീർ, മൈദ, കോൺഫ്ലവർ, ക്യാപ്സിക്കം. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് കളർ ക്യാപ്സിക്കം ഉണ്ട്, ഒരു യെല്ലോയും റെഡും ആയിട്ടുള്ള ക്യാപ്സിക്കം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അതുപോലെ ഓണിയൻ, ചോപ്ഡ് ഓണിയൻ ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് ഓണിയൻ ക്യൂബ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ചില്ലി പേസ്റ്റ്. അപ്പോൾ അത് ദെൻ ഇതിനകത്ത് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ റീഫൈൻഡ് ഓയിൽ. ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് പരിചയപ്പെട്ടു. ഈ ഡിഷ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ആപ്പിൾ തൊലി കളയൊന്നും വേണ്ട, കുറച്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളായി. ഇതിലേക്ക് പനീർ. ഇതിന് സെയിം പ്രൊപ്പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്പിളും പനീരും കൂടി മിക്സ് ചെയ്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട്, മൈദ, കുറച്ച് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം. അത് മുട്ടയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, പ്യുവർ വെജിറ്റേറിയനായിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അത് നമ്മൾ ഉപ്പ്, മൈദ, കോൺഫ്ലവർ. മൈദ, കോൺഫ്ലവർ നമ്മൾ കോട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ ആപ്പിളും പനീരും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്പിളിനകത്തും പനീറിനകത്തും വെള്ളത്തിൻ്റെ അംശം, വാട്ടർ കണ്ടൻറ്റാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കോട്ടിങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് മൈദയും കോൺഫ്ലവറും ആവശ്യത്തിന് വെള്ളത്തിൽ ചേർത്ത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. ആപ്പിളും പനീരും നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ നമ്മൾ പനീരും ആപ്പിളും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ സോസ് പ്രിപ്പറേഷനാണ്. ഇതൊരു ഡ്രൈ ഐറ്റംസ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോസ് പ്രിപ്പറേഷൻ. ഇതിലേക്ക് കുറച്ച് റീഫൈൻഡ് ഓയിൽ ഒരു 2 ടീസ്പൂൺ എടുക്കുക. ഇതിലേക്ക് ചോപ്പ് ഗാർലിക് കുറച്ച് കൂടുതലിടുക. അതുപോലെ ചോപ്പ് ജിഞ്ചർ 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു 4 ഗ്രീൻ ചില്ലി. ഗാർലിക്കും ജിഞ്ചറും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊരു ഡ്രൈ പ്രിപ്പറേഷനാണ്. വെജിറ്റേറിയൻ ഡിഷിലാണ് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിഷ് കുറവായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എന്ത് കോമ്പിനേഷനും വേണം നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്തൊരു ഫ്രൂട്ടും പനീരും കൂടി ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓണിയൻ ക്യൂബായിട്ട് കട്ട് ചെയ്തു. ചോപ്ഡ് ഓണിയൻ 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് നമ്പർ. കുറച്ച് സോൾട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം, ഞാൻ നേരത്തെ പറഞ്ഞു കളർ ക്യാപ്സിക്കം, യെല്ലോ ആൻഡ് റെഡ്. ഈ ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് ബ്ലാഞ്ച് ആയാൽ മതി, കാരണം നമുക്ക് റോ ആയിട്ട് കഴിക്കാം. അതിൻ്റെ ഒരു പച്ച, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവർ. ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി പേസ്റ്റ്, കുറച്ച് ചൂടുവെള്ളം. ഇതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ്, ഒരു 3 ടീസ്പൂൺ സോയാ സോസ്. ലൈറ്റ് സോയാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്, ലിറ്റിൽ ഹണി. ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഹണിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ആൻഡ് ആപ്പിൾ ഒന്ന് മിക്സ് ചെയ്യാം. ആപ്പിൾ ആൻഡ് പനീർ ചില്ലി മാക്സിമം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. SP Grandays വേറൊരു സ്പെഷ്യൽ ആപ്പിൾ ആൻഡ് പനീർ ചില്ലി
റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. വെജിറ്റേറിയനിൽ ഇനി ഡിഷ് കുറവാണെന്നൊന്നും പറയരുത്. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്.